ഇനി നമ്മൾ വിശദമായ വാർത്തയിലേക്കാണ് കടക്കുന്നത്. ബലാത്സംഗ കേസിൽ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കുട്ടത്തിലിനായുള്ള തിരച്ചിൽ തുടരുന്നു. മാങ്കുട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തും. പിഎമാരെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനും സാധ്യത. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, എന്തായാലും രാഹുലിനായി വലവിശി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസും. പോലീസിന് പുറമെ മറ്റ് പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്ന് വേണം പറയാൻ. എന്തായാലും രാഹുലിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. രാഹുൽ എവിടെയാണ് എന്നൊരു കാര്യത്തിൽ നിലവിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, ഇല്ലേ അതുല്യ? രേണുക, രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ഈ ഒരു പീഡന പരാതി ഉയർന്നു വരുമ്പോഴും പ്രചാരണത്തിലായിരുന്നു. എന്നാൽ പരാതി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ തീർത്തും കാണാനില്ലാതായിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിന് തൊട്ടു മുൻപ് വരെ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ രീതിയിൽ പാലക്കാട് വിവിധ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയടക്കം ചെയ്തിരുന്നു. എന്നാൽ അതിനിടയിലാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നതും പിന്നാലെ പരാതിക്കാരിയായിട്ടുള്ള യുവതി ബലാത്സംഗ കേസിൽ അല്ലെങ്കിൽ പീഡന പരാതി നൽകുന്നതും. ഈ പരാതി നൽകുന്ന സമയത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ എം.എൽ.എ കണ്ണാടി പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു. ആ സമയത്താണ് പരാതി നൽകി എന്നുള്ള വിവരം അറിയുന്നത്. അതിനുശേഷം ഇതുവരെ ആരും ഈ എം.എൽ.എയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ നോക്കുകയാണെങ്കിൽ 5 ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പുറത്തു വന്നിട്ട് എന്നുള്ളതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷിച്ച പ്രത്യേക പോലീസ് സംഘം വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം.എൽ.എ ഓഫീസിലെത്തുകയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും പിഎമാരെയും ഡ്രൈവറെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ വീടുകൾ, ബന്ധുവീടുകൾ, അതുപോലെ തന്നെ മറ്റ് പിഎമാർ അടക്കമുള്ളവരുടെ ഓഫീസ് സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇടത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിവിധ ജില്ലകളിലായി പ്രത്യേക സംഘങ്ങളെ തിരച്ചിലിന് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 5 ദിവസമായിട്ടും എം.എൽ.എ എവിടെയാണ് എന്നത് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘങ്ങളെ തിരച്ചിലിനായി നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ 2ാം പ്രതി ആയിട്ടുള്ള ജോബി ജോസഫും ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജോബി ജോസഫിന് വേണ്ടിയും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട മൈലപ്രയിലുള്ള ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഇന്നലെ പോലീസിന്റെ പ്രത്യേക സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. അതുപോലെ തന്നെ ജോബിയുടെയും രാഹുലിന്റെയും സുഹൃത്തുക്കൾക്ക് പോലീസ് സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താനും കൂടുതൽ വിവരശേഖരണത്തിനും ഹാജരാകാനാണ് നിർദ്ദേശം. ഈ ജോബി എന്ന് പറയുന്ന 2ാം പ്രതി, അതായത് ഈ പെൺകുട്ടിക്ക് ഗുളികകൾ എത്തിച്ച് നൽകിയ, ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയ ആളാണ് ജോബി ജോസഫ്. ജോബി അവസാനമായി വിളിച്ചത് സുഹൃത്തിന്റെ ഫോണിലേക്കാണ്. അതിനുശേഷമാണ് ജോബി അപ്രത്യക്ഷനാകുന്നത് എന്ന് വേണം പറയാൻ. അപ്പോൾ ആ അവസാനമായി വിളിച്ച സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള സുഹൃത്തു കൂടിയാണ്. ഇരുവരുടെയും കോമൺ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പൊതു സുഹൃത്താണ് എന്ന് പറയാം. ഇയാൾക്ക് ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. 10 മണിക്ക് തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്ത് ഫെനി നായനാന്റെ വീട്ടിലും പോലീസ് സംഘം എത്തിയിരുന്നു. വീട്ടിൽ രാഹുലിന്റെ ഫ്ലാറ്റിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ രാഹുലിന്റെ വ്യക്തി വാഹനത്തിന്റെ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് ഈ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഫ്ലാറ്റിലും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ഫ്ലാറ്റിലെ CCTV ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഈ യുവതി അവിടെ എത്തി എന്ന് പറയുന്ന ആ ഒരു കാര്യം സാധൂകരിക്കുന്നതിൻ്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനായാണ് ഫ്ലാറ്റിൽ പോലീസ് സംഘം എത്തിയത്. ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ 1 മാസത്തെ ബാക്കപ്പ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. പകരം മറ്റ് വിവിധ ഇടങ്ങളിലെ CCTVകൾ കൂടി ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. 9 ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പരിശോധിക്കുന്നത്. ഫ്ലാറ്റിലെയും അതുപോലെ തന്നെ കെയർടേക്കറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളടക്കം കെയർടേക്കറുടെ റൂമിലെ CCTVയും അതുപോലെ തന്നെ ഈ ഫ്ലാറ്റിലേക്ക് എത്തുന്ന വഴിയിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ CCTVയും അടക്കം
9 CCTVകളുടെ ദൃശ്യങ്ങളാണ് ശേഖരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പാലക്കാടുള്ള ഫ്ലാറ്റ്, യുവതി എത്തി എന്ന് പറയുന്ന പാലക്കാടുള്ള ഫ്ലാറ്റിലെ കെയർ ടേക്കറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ എന്നാണ് അവസാനമായി ഫ്ലാറ്റിലെത്തിയത്, അതുപോലെ തന്നെ രാഹുലിൻ്റെ മറ്റ് ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നവർ എന്നാണ് അവരെ മാറ്റിയത് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ കെയർ ടേക്കറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ 5 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയാണ് എന്നതിൽ ഒരു വ്യക്തത പോലീസിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട്. കോയമ്പത്തൂരുള്ള ഫ്ലാറ്റിൽ, കോയമ്പത്തൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് എന്നും അവിടേക്കാണ് പോയത് എന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം രാജ്യം വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ തന്നെയുണ്ട്, പാലക്കാട് തന്നെയുണ്ട് എന്ന വിധത്തിലും വിവിധ അഭ്യൂഹങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതിലെവിടെയും രാഹുൽ എവിടെയാണ് എന്നതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും വിവിധ ജില്ലകളിലായി അന്വേഷണം തുടരുകയാണ്. ജില്ലാ പോലീസ് മേധാവിമാർക്ക് പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജോബി ജോസഫിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനുമായുള്ള അന്വേഷണം തുടരുകയാണ്. ശരി അതുല്യ, വ്യക്തമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. ഇപ്പോൾ പോലീസുകാരും എന്തായാലും രാഹുലിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും PA-മാരുടെയും വീട്ടിലടക്കം എന്തായാലും ഒരു ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലായി കാണുന്നുണ്ട്. എന്തായാലും വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യ രാമചന്ദ്രൻ.